ഹലോ ഗായ്സ്, വെൽക്കം ടു പോഡ് ക്ലിക്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് 2 ആണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു സോ ഐ ക്യാൻ ടോക്ക് അബൌട്ട് മൈ സ്കൂൾ ഡേയ്സ്. എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു സ്ഥലം എൻ്റെ സ്കൂളാണ്. അതായത് ഞാനിപ്പോൾ ചിലരെ പോലെ 1 തൊട്ട് 5 വരെ സ്കൂള്, 6 തൊട്ട് 10 വരെ സ്കൂള്, അങ്ങനെയല്ല. ഞാൻ LKG തൊട്ട് ഈ പറഞ്ഞ 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, നമ്മളായിരിക്കും സീനിയേഴ്സ്, നമുക്കവിടെ എല്ലാവരും അറിയാം. എനിക്ക് അവിടെ തൂക്കാൻ പറഞ്ഞ ചേച്ചിയെ തൊട്ട് അവിടെ ഗേറ്റ് അടയ്ക്കുന്ന ചേട്ടനെ അവരെ അറിയായിരുന്നു. കാരണം എല്ലാവരും നമ്മൾ ഡെയിലി മുഖങ്ങളല്ലേ. ഇപ്പോൾ പലരും 10 വർഷം 11 വർഷമായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമ്മളവിടുത്തെ അത്യാവശ്യം നമുക്ക് എല്ലാവരും അറിയാം. അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരു ഗുണം അതിലെനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴായിരുന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിരുന്നാലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെന്നാ കാണിക്കണമല്ല, എന്തെങ്കിലും കാണിച്ചാലും നമുക്ക് ആരെങ്കിലും സപ്പോർട്ടിന് വരും. ചിലപ്പോൾ ചേട്ടനായിരിക്കും, ചിലപ്പോൾ സമയം തെറ്റി വന്നാലും പോയിക്കോ എന്ന് പറയാനായിരിക്കും. അപ്പം അതായത് ഞാൻ നിങ്ങളിത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം സ്കൂൾ ഡേയ്സിൽ എൻ്റെ വീട് ട്രിവാൻഡ്രത്തൊരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഏകദേശം 1 തൊട്ട് 10 വരെ ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. ഈ സ്കൂളിലെ കാര്യം പറയാൻ തുടങ്ങിയ സത്യം എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഒന്നും തികയില്ല. കാരണം എൻ്റെ സ്കൂളിലെ കാര്യം എന്ന് വെച്ചാൽ പല എപ്പിസോഡോടെ ഞാൻ പറയാം. അത്രത്തോളം ഉണ്ട്. കാരണം അത്രത്തോളം മെമ്മറീസ് എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഫസ്റ്റ് ലവ് തൊട്ട് ഞാൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, ഇന്ന് എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ്, സത്യ കഥകളെന്നൊക്കെ പറയാം. കഥ ഇഷ്ടം പോലെ കഥകളുണ്ട്, നമുക്ക് സമയം പോലെ പറയാം. സോ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ പറയാം, ഞാൻ LKG സ്കൂളിൽ പോകുന്നത്. അവിടെ ഞാൻ ലിറ്ററലി LKG പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ക്ലാസ്സിൽ ചെന്ന് ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മെമ്മറി പവർ ആയിരിക്കും. എനിക്ക് സാധനങ്ങളെ പക്കയായിട്ട് ഓർമ്മയുണ്ട്. ഇന്നും മെമ്മറി ഭയങ്കര ഇതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് തിങ് എനിക്ക് എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് സ്റ്റോർഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ രാവിലെ പോയി, ഞാൻ സ്കൂളിൽ എനിക്ക് തോന്നുന്നു അമ്മയും അച്ഛനും കൂടെ ആദ്യം കൊണ്ടാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് വെള്ള ജുബ്ബയുണ്ട്. അപ്പോൾ എനിക്ക് വെള്ള ജുബ്ബേൻ്റെ ചേട്ടനും വെള്ള ജുബ്ബയാണ്. ഞങ്ങൾ രണ്ടും കൂടെ അത് ഇട്ടിട്ടാണ് പോകണം. ചേട്ടനെ അന്ന് 3-ൽ 2-ൽ പോലെ കൊണ്ടാക്കി. എന്നെ ആദ്യം LKG കൊണ്ടിരുത്തുമ്പോഴത്തേക്ക് ലിറ്ററി ഒന്നാമത്തെ കാര്യം, ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാമെന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട്. രാവിലെ എഴുന്നേറ്റ് വൈകിയ. എന്നിട്ട് ഞാൻ പോയി അവിടെ ചെന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാം ഭയങ്കര ഷോ ആണ്. അവിടെ ഇങ്ങനെ ഇരിക്കും പിള്ളേരൊക്കെ, അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരും എന്തോ. പക്ഷേ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആരും കസേര തരാനില്ല. ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് എനിക്ക് കസേരയും തരാനില്ല. കസേര തരായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ അനന്തൻ എന്ന് പറഞ്ഞ പയ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ സത്യം പറഞ്ഞാൽ അവനൊക്കെ ആദ്യത്തെ ഫ്രണ്ട്, ഇന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് അവനെ കാണുമ്പോഴത്തേക്കും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞോടാ, അപ്പം ഇങ്ങനെ ഇടാന്ന് വിളിച്ചില്ല, ഞാൻ പിന്നെ പറയണമെന്നുള്ളൂ. അവൻ ഇരുന്നപ്പോഴത്തേക്ക് അവൻ ഉടനെ ആരും എനിക്ക് കസേര തന്നില്ല. എൻ്റെ വിഷമമെന്ന് വെച്ചാൽ എനിക്ക് ആരും കസേര തന്നില്ല. പക്ഷെ അവൻ എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ അവൻ എഴുന്നേറ്റിട്ട് അവൻ ആ കസേര എനിക്ക് തന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ കസേര എന്തോ ഉണ്ടാകുന്ന തോന്നുന്നു, ആ കസേര എന്തോ എടുത്ത് വാങ്ങിച്ചു. എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എൻ്റെ സ്കൂളിൽ അല്ല എൻ്റെ ജീവിതത്തിൽ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഫ്രണ്ട്. കഴിഞ്ഞ കഥയെ പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് മാള് വരുന്നു. വേണ്ട, അതെന്നെ ചതിച്ച്. പക്ഷെ പിന്നെ ഞാൻ അവളെ പോയി കണ്ടു കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ പിന്നെ വലുതായി. ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ പോയപ്പോൾ അവരൊക്കെ വലുതായി. അപ്പം ഞാൻ ഇങ്ങനെ കഥയൊന്നും പറയാൻ പോയില്ല, പണ്ട് പട്ടി പഠിച്ച കഥയൊന്നും. പക്ഷെ സംസാരിച്ച ആളെ സുഖമാണ്, എന്ത് ചെയ്യണം, ഇന്ന ചെയ്യുന്നത്, പഠിച്ച് ഡിഗ്രി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അത് സോർട്ട് ഓഫ് മെമ്മറി. അത് വിടും. ഞാൻ പോയി കസേര കസേര സംസാരിച്ചു, എന്നോട് ഇന്ന പേരാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഏകദേശം നമ്മൾ പിന്നെ ഫ്രണ്ട്സായി. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് അവനായി. പിന്നെ എനിക്ക് തോന്നുന്നു അർജുൻ എന്ന് പറഞ്ഞ പയ്യനുണ്ട്, അവനിപ്പോഴും നമ്മൾ വിളിക്കും ഇടയ്ക്ക്. ഈ പറഞ്ഞ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കാരണം ഐ ആം എ ടൈപ്പ് ഓഫ് എ പേഴ്സൺ. അതായത് ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ ഉള്ള ആളാണ്. കൊച്ചിൽ തൊട്ടാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം ഇതിനൊക്കെ ഒന്നാമത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു എഫേർട്ട് ഇടണമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എഫേർട്ട് ഇട്ട് നിൽക്കാറുണ്ട്. എഫേർട്ട് മീൻസ് ആരുടെ ആവശ്യമാണ്, എനിക്കൊരാൾ വിളിക്കണം, സംസാരിക്കണം, ഇറ്റ്സ് മൈ തിങ്. സോ ഞാൻ ചെയ്യും. സോ അതിനെനിക്ക് അവന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ അവന് ഫ്രണ്ട്സ് ഉള്ള സമയത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച് ഇങ്ങനെ LKG പഠിക്കണമെന്ന് വെച്ചു. LKG പഠിച്ച് ഏകദേശം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അപ്പോഴും കസേര ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ദൂരം വെച്ചാൽ നമ്മുടെ സ്കൂളിലെന്ന് വെച്ചാൽ അന്നൊക്കെ ലിറ്ററലി സുഖം. രാവിലെ പോവുക, 10 മണിക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കിട്ടും, കഴിക്കുക, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഉറങ്ങുക എന്ന് വെച്ചാൽ നല്ല പായൊക്കെ വിരിച്ച് ഉറങ്ങുക. ഒരു 3 മണി വരെ ഉറങ്ങി, എനിക്ക് തോന്നുന്നു 3 മണി വരെ ഉറങ്ങുക,
ഉറങ്ങി കഴിഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് പോകും. എന്നെ വിളിക്കാൻ വരുമായിരുന്നു അമ്മ. എനിക്ക് തോന്നുന്നു അമ്മയ്ക്കന്ന് ഒരു ആക്റ്റീവ വണ്ടി ഉണ്ടായിരുന്നു. അപ്പം അമ്മ അത് വിളിക്കാൻ വരും, കൊണ്ടുപോകും, തിരിച്ചുകൊണ്ടാകും. അമ്മ അച്ഛനെ വിളിച്ചു കൊണ്ടാക്കുന്ന ടൈപ്പായിരുന്നു. അങ്ങനെ വിളിച്ചും കൊണ്ടാക്കിയൊക്കെയാണ് നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്നതിൽ ഏകദേശം ഒരു LKG UKG എത്തിയപ്പോൾ ഒരു വൻ സംഭവം ഉണ്ടായി. ഞാൻ UKG പഠിച്ച സമയത്ത് ഏകദേശം ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായി. ഇതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. UKGയിലൊക്കെ ഇഷ്ടം സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല സംഭവം. നമ്മൾ ലിറ്ററലി ഇഷ്ടപ്പെട്ടു, കൊള്ളാം, അത് എനിക്കത്ര അറിയൂ, കൊള്ളാം, കാണാൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം, ലവ് എന്നൊക്കെ ഇപ്പം പറയാം. ഇപ്പം വേറെ രീതിയിലായി. ഇപ്പോഴൊക്കെ ഒന്ന് കണ്ട് മിണ്ടിയാൽ പിന്നെ തീർന്നു. അങ്ങനെയല്ല, ആ സമയത്ത് കാണാൻ കൊള്ളാം, ഐ ലൈക്ക് ഹെർ, അത്രേ ഉള്ളൂ. ആ ടാഗ് സെൻറ്റൻസ് അത്ര, ഐ ലൈക്ക് ഹെർ. ആ ലൈക്ക് പക്ഷേ കുറച്ച് വലുതായിപ്പോയി. ആ പുള്ളിക്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാനറിയാം പേരും കാര്യങ്ങളും മെൻഷൻ ചെയ്യണ്ട, കാര്യം വെറുതെ അന്ന് ലിറ്ററിൽ നടന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ചെന്ന് സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ച് പോകാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മ അറിയാതെ അമ്മയുടെ താലിമാല എടുത്തുകൊണ്ട് വന്നു. വാ കല്യാണം കഴിക്കാം. ഞാൻ സ്റ്റക്കാണ്, എന്ത് കല്യാണം എന്തൊന്നുമില്ല ഇവിടെ. ഓ ആയിക്കോട്ടെ. അപ്പം ടീച്ചർ വന്നിട്ട് ചോദിച്ചു എന്ത് കാര്യമാണ് ടീച്ചറെ? നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ടീച്ചർ പിന്നെ അവളുടെ വീട്ടിൽ നിന്നൊക്കെ ആൾ വന്ന് ബഹളമാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്തോ പറഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ അവളെ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ആ പെണ്ണ് മാറിപ്പോയി. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്കൂൾ ലൈഫിൽ തന്നെ കുറേ കഥകളുണ്ട്. 2-3 കഥയൊക്കെ ഞാൻ പറയാനാണ്. അത് ഞാൻ ഏകദേശം പിന്നെ ഞാൻ പഠിച്ചെത്തിയപ്പോൾ പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ 4-ലൊക്കെ എത്തിയപ്പോൾ 4-ലൊക്കെ കോമഡി. 4-ലൊക്കെ 4A 4B എന്നൊക്കെയാണ്. 4A 4B എന്ന് പറയുമ്പോൾ 2 ടീമാണ്. ഞാൻ 4ാം ക്ലാസ്സിലാണ്, പക്ഷേ 4A 4B ഉണ്ട്. 4Bയിലൊരു പയ്യനുണ്ട്. ആ പയ്യനെന്ന് പറയുന്നത് ഇന്നലെയും വിളിച്ച് നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. കാരണം എൻ്റെ ഈ കഥകളൊക്കെ അവനെ അറിയാം. ഈ കഥകളൊക്കെ അവന് പറയുന്ന കഥകൾ. കാരണം എല്ലാ ദിവസവും ഞാൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്ന ഒരു അവൻ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാം വിളിച്ച് പറയും. അവൻ ലിറ്ററലി അവിടെ അവൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെയാണ്. അവൻ ഇരുന്നിട്ട് പറ ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ഒരു 3 മണിക്കൂർ ചെയ്യും. എൻ്റെ കഥ മൊത്തം കേട്ടോടാ, ശരി വെക്കട്ടാ. ഇതുവരെ കുറ്റമൊന്നും പറയില്ല, കേട്ടോണ്ടിരിക്കും. സത്യം അതാണ് ഫോം ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞത്. അവൻ ഇങ്ങനെ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടി, കാരണം എൻ്റെ എല്ലാ കഥയും കേട്ടത് കാരണം അവൻ്റെ സന്തോഷം. അവൻ കണ്ട നാട്ടിൽ പോയി കിടക്കണതാണ്. അപ്പം അവനെ എല്ലാ ദിവസവും പിടിച്ച് കഥ പറയുമ്പോൾ അവൻ്റെ സന്തോഷം, എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. പിന്നെ അവനെ ഞാൻ കണ്ടുകൂട്ടാന്ന് വെച്ചാൽ നമ്മളൊന്ന് എറിപ്പന്ത് കളിക്കും സ്കൂളിൽ. ഈ പേപ്പറൊക്കെ ഉരുട്ടി കല്ലൊക്കെ വെച്ചിട്ട് എന്നിട്ട് എറിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ ഒരു 1:15 ബ്രേക്കാണ്. നേരെ എറിപ്പന്ത് കളിക്കാൻ പോകും. എറിപ്പന്ത് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോയിട്ട് എറിയണം. എറിഞ്ഞ് ഓരോമാരെ എറിയുമ്പോൾ പ്രശ്നം വെച്ചാൽ 2 ടീമല്ലേ. മറ്റേ ടീമും ABയും ടീമും Bയും ആണ്. എറിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും, ഓരോമാരെ എറിയുകൊണ്ട് നല്ല വേദന എടുക്കുമ്പോൾ അടിയൊക്കെ അവിടെ അടിയും ബഹളമൊക്കെ വെച്ച് ക്ലാസ്സിൽ ഇറങ്ങി ഓടും. പിന്നെ ക്ലാസ്സിൽ കയറാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആയപ്പോൾ നമ്മൾ എന്ത് 4 കഴിഞ്ഞ് 5-ലെത്തിയപ്പോഴത്തേക്ക് മിക്സായി. പിന്നെ നമ്മൾ ഫ്രണ്ട്സായി. നമ്മൾ ഒന്നിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മുമ്പോട്ട് വന്നു തുടങ്ങി. പിന്നെ ഏകദേശം 8, 9, 10 എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ ഡേയ്സ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ടോപ്പ്. 10-ലൊക്കെ ആകുമ്പോഴത്തേക്ക് 10-ലൊക്കെ ആകുമ്പോൾ പിന്നെ സീനിയേഴ്സായി കഴിഞ്ഞാൽ രസമെന്ന് വെച്ചാൽ നമ്മൾ ഷർട്ടൊക്കെ കറക്റ്റ് നമ്മളെല്ലാം ഒറ്റ കെട്ടാണ് നിൽക്കട്ടെ. ബോയ്സൊക്കെ ഷർട്ടൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ടൈയൊക്കെ കെട്ടി ഷൂസൊക്കെ പോളിഷ് ചെയ്ത് നമ്മുടെ അജണ്ട പോലെ നമ്മളെല്ലാം ചെയ്തേ പറ്റുമോ. നമ്മളങ്ങനെ ക്ലാസ് പയ്യന്മാരായിട്ട് നടക്കുകയുള്ളൂ. കാരണം സീനിയേഴ്സ് അല്ലേ, ഞാൻ എന്ത് ഓക്കെ ഇങ്ങനെയാണോ അങ്ങനെയാണോ പ്രശ്നങ്ങളുണ്ടാകാം, ഓക്കെ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. 10ാം ക്ലാസ് സത്യം പറഞ്ഞാൽ 10-ൽ എൻ്റെ ഫ്രണ്ട്സ് ചുരുക്കം കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി വെച്ച് ഞാൻ നല്ലൊരു സംസാരിക്കും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പലരും ഇന്ന് സംസാരിക്കും. ഞാൻ എല്ലാവരും എന്നെ വിളിക്കും, സംസാരിക്കും. പക്ഷേ ഈ വിളി സംസാരം എന്ന് പറയുന്നത് കുറവാണ്. ഡെയിലി വിളിക്കുന്ന ആൾ. ഇപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ആൾക്കാർ കാണും, നമ്മൾ ഡെയിലി സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. അങ്ങനെ ആൾക്കാരൊക്കെ എനിക്ക് ചുരുക്കമാണ്. പക്ഷെ അത്ര ആൾക്കാർ മതി എനിക്ക്. ഞാൻ അതിൽ ഹാപ്പിയാണ്. അതിൽ കുറച്ചൊരു ഇപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കും, അവിടെ സുഖമാണ്, അവൻ സംസാരിക്കും. പിന്നെ അവന്മാർ സംസാരിക്കും, കാര്യങ്ങൾ പറയും, അവനെ കാണാൻ പോകും. ഞാൻ എല്ലാവരെയും കാണാൻ പോകും. സമയം കിട്ടുന്ന അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിസിറ്റ് ചെയ്യും, പോയി കാണും. പിന്നെ +1 +2 ആയപ്പോൾ ഞാൻ വേറെ സ്കൂളിൽ പോയി. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ആയപ്പോൾ സ്കൂളിൽ പോയി. ഈ +2-ലൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ് പിള്ളേരൊക്കെ വിചാരിക്കും 10 കഴിഞ്ഞ് +2-ൽ പോകുമ്പോഴത്തേക്കും. ഞാൻ ഏകദേശം ICSE ആണ് പഠിച്ചത്. ഞാൻ ICSE പഠിച്ചിട്ട് ഞാൻ അടുത്ത സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ICSE. അപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ ICSE പഠിച്ചു കഴിഞ്ഞാൽ വലുതാ. അത് കഴിഞ്ഞാൽ പിന്നെ CBSE പറ്റൂ. പിന്നെ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളൂലെന്ന് പറഞ്ഞു. ഞാൻ ശരി ആയിക്കോട്ടെ CBSE പഠിക്കാൻ എനിക്കൊന്നും അന്ന് അവിടെ സെൻറ്റ് തോമസ് നമ്മുടെ സ്കൂളിൽ നിന്നാണ് പോയത്. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് നടന്ന വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് നല്ല മാർക്കുണ്ടായിട്ടും എനിക്ക് അവർ സീറ്റ് തരാത്തല്ല. അവർ പറഞ്ഞാൽ അവർക്ക് നല്ല മാർക്കാണ്, നമുക്ക് നല്ല സ്റ്റുഡൻറ്റിനെ എടുക്കാം. പക്ഷെ അതിലെവർ ഞാൻ 85,000 രൂപ കൂടുതൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. സ്കൂൾ ബസ് അത് ഇത്
ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് അതിനോട് സ്കൂൾ കിട്ടാൻ മതി, പിന്നെ ഞാൻ ഇരിക്കാൻ തുടങ്ങി. അലോട്ട്മെൻറ്റ് അത് ഇതൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സ്കൂളിൽ കിട്ടി. ആ സ്കൂളാണെങ്കിൽ എൻ്റെ പിന്നെ അടുത്താണ്. ഞാൻ വെച്ച് എവിടെയും ദൂരെയെങ്കിലും പോകാം, പക്ഷെ പോയില്ല. കാരണം അന്നൊന്നും ദൂരെ പോകാൻ തോന്നുന്നത്. കാരണം എനിക്ക് വീടെന്ന് പറഞ്ഞാൽ ഫാമിലി ഇമോഷൻ ഭയങ്കര കൂടുതലാണ്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് ഫാമിലിയിൽ. ഞാൻ ഫാമിലി ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കര സെൻസിറ്റീവ്. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും ഉറക്കം വരുള്ളൂ. വീട്ടിൽ എവിടെ പോയാലും എനിക്ക് രാത്രി വീട്ടിൽ പോകാൻ പറ്റില്ല. എനിക്ക് ഉറക്കം വരില്ല അവിടെ കിടന്നാലും. ഞാൻ ഇവിടെ പോയാലും എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. ഫുഡ് എനിക്ക് അമ്മ ഉണ്ടാകുന്ന ഫുഡല്ലാതെ പറ്റേയില്ല. വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു പ്രായം വരെ എന്ന് വെച്ചാൽ ഞാൻ ജോലിയെ കിട്ടി വരും വരെ എനിക്ക് പറ്റേയില്ല. കാരണം എനിക്ക് വെളിയിലത്തെ ഫുഡൊന്നും പറ്റില്ല. എനിക്ക് വീട്ടിൽ തന്നെ പോകണം, വീട്ടിൽ നിന്നേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നന്നായി കുക്ക് ചെയ്യും. ഞാൻ പിന്നെ ഏകദേശം സ്കൂൾ അടുത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് കുറേ സെറ്റ് ഫ്രണ്ട്സ് കിട്ടി. ഫ്രണ്ട്സ് മാത്രമല്ല, അവിടെ കാണിച്ചു കൂടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾ പറയണ പോലെ തന്നെ കുറേ കാര്യങ്ങൾ എൻ്റെ ഇടയിൽ നടന്നു. ഇപ്പോൾ സ്കൂളിൽ പോയതും അവരെ കണ്ടുമുട്ടിയതും ഇവരെ കണ്ടുമുട്ടിയതും. പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ 5 പഠിച്ചപ്പോഴാണ് ഈ ലവ് എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു ഫസ്റ്റ് ലവ് ഉള്ളൂ. അന്നൊക്കെയാണ് അതും ലവ് എന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ പ്രണയമൊന്നുമല്ല അത്. അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ഒരു ആൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം, നോട്ട് എഴുതി തരും. പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് നോട്ട് എഴുതി തരും, എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. അന്ന് ഫോൺ റീചാർജും പരിപാടിയൊന്നുമില്ല. അപ്പം ഇടയ്ക്ക് കാണും, സംസാരിക്കും, സുഖമാണ്. അപ്പം ക്ലാസ്സിൽ പരിപാടി ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ എന്നൊരു പാട്ടുണ്ട്. ഈ പാട്ട് നമുക്ക് കേൾക്കാൻ ഒരു സുഖം. അന്നൊക്കെ എനിക്ക് മെയിൻലി നോട്ട് എഴുതി തരുമായിരുന്നു കുറേ കാര്യം. അപ്പോൾ അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നത് 2, 3, ഒരു 4, 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഈ 8ാം ക്ലാസ് എത്തിയപ്പം അത് ബ്രേക്കപ്പ് ആയിപ്പോയി. ഇന്നാണ് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞത്. അത് ബ്രേക്കപ്പ് അന്നൊന്ന് ബ്രേക്കപ്പ് എനിക്ക് തോന്നുന്നു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു നമ്മൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. ശരി. കാരണം എന്നെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചല്ല, ആ സമയത്തുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞത് പ്രണയം അത് അറിയത്തില്ല. അത് പ്രേമമാണോ? അതിന് എല്ലാവരും പറഞ്ഞ പ്രേമം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കറങ്ങി നടക്കുക. ഇപ്പോൾ 7 മണി കഴിഞ്ഞാൽ സ്കൂൾ 4 മണിക്ക് വിട്ടാലും കൂട്ടുകാരോടെ കറങ്ങി അങ്ങ് പോകും. സിപ്പ പൊടിയാനോടൊക്കെ പോകും. അന്നൊരു ജയറാം ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ പോയി നിൽക്കും. അവിടെ പോയി നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഷെയർ ചെയ്ത് അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അത് ഞാൻ ടൈം അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ള സത്യം. പിന്നെ അപ്പോൾ ആ സമയത്ത് ബ്രേക്കപ്പാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരിയാണെങ്കിൽ എനിക്കൊരു പേപ്പർ വന്നേ. അപ്പം എനിക്ക് ഒരു റോക്കറ്റ് വരെ വിട്ടു. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ജനലിൻ്റെ അടുത്താണ്. ഈ സംഭവം അപ്പുറത്തെ ബെഞ്ചിൽ ഇവിടെ ഈ സാധനം ജനലിൽ കൂടെ പോയി. അപ്പോൾ ഞാൻ വിട്ട് ഒരെണ്ണം പോയത്. പക്ഷെ എടുക്കാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ ടീച്ചർ ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിക്കുന്ന. ടീച്ചറിൻ്റെ അടുത്ത് വായിച്ച്. അപ്പോൾ ഞാൻ ഫുഡിന് കഴിക്കാൻ വേണ്ടി വെളിയിലോട്ട് പോയപ്പം ടീച്ചർ ഉടനെ എടുത്തിട്ട് ഒരു ഡയലോഗ് അടിച്ചു. ടീച്ചറെ, നമ്മൾ സ്കൂളിലെ പിള്ളേരൊക്കെ ഇപ്പം പഠിക്കാനല്ല പറഞ്ഞത്, പ്രേമിക്കാൻ. അപ്പം ഒന്ന് തിരിഞ്ഞു പോയി ഉടനെ അപ്പോഴാണ് തൂക്കിയത്. നേരെ ക്ലാസ്സിൽ കൊണ്ടിരുന്നത്. എന്ത് നീ അവൾ ഇഷ്ടത്തിലാണോ? ഞാൻ പറഞ്ഞു ടീച്ചർ ഇഷ്ടത്തിൽ ആണ്. ഉടനെ അവള് ഇല്ല ടീച്ചർ ഞാൻ എഴുതിയത് അവൾ എഴുതിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയല്ല, അവൾ എഴുതിയത്. ഉടനെ അവള് ഇല്ലല്ലോ ഇവനാണ് എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ വിട്ടില്ല. ഞാൻ ഇവള് തന്ന ലെറ്റർ എല്ലാം കൂടെ കൊണ്ട് തട്ടിക്കൊടുത്തു. ഞാൻ പറഞ്ഞാ ഇതെല്ലാം ഇവിടെ എനിക്ക് എഴുതി തന്നെയാണ്. ഉടനെ ടീച്ചർ പറഞ്ഞു. അപ്പോഴാണ് ഇവള് യു ചീറ്റ് എന്നൊക്കെ മറ്റേ അനിയത്തി പ്രാവില് പറഞ്ഞു യു ചീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ബോട്ട്. പിന്നെ ഏകദേശം 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴും മിണ്ടേന്നില്ലായിരുന്നു. 9 ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എനിക്ക് ജോമെട്രി ബോക്സിൽ മറ്റേ കുത്തന ഡിവൈഡർ ഇല്ല. സംഭവം ഇവളാണ് എടുത്തു വന്നിരുന്നത്. അപ്പോൾ എനിക്ക് ജോമെട്രി ബോക്സ് വാങ്ങുകയും ചെയ്യണം. എനിക്ക് ചെയ്യുന്ന നൈസായിട്ട് കറങ്ങി നിന്നിട്ട് ഞാൻ പയ്യെ എടുത്ത്. സത്യം പറഞ്ഞാൽ അന്നാണ് മിണ്ടണം നമ്മൾ. പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ഫ്രണ്ട്ഷിപ്പായി. പേര് ഞാൻ പറയില്ല, കാരണം ഇനി അതെന്ത് ഇത്ര പ്രായമില്ല. ഇനി ഒരു കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നാളെ പ്രശ്നമുണ്ടാവില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പോയി. അന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. നമ്മൾ ഒരുമിച്ച് ട്യൂഷനൊക്കെ പോയി. പിന്നെ ഏകദേശം ഞാൻ 10 പഠിക്കുന്ന ഫ്രണ്ട്സിൻ്റെ സ്കൂൾ ട്യൂഷനൊക്കെ പോയി നമ്മൾ ഒരുമിച്ചിരുന്ന് ട്യൂഷനൊക്കെ പോകണം. നമ്മളൊക്കെ അന്നൊക്കെ ട്യൂഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അടി പിടി ബഹളം. അടി എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞിക്കണം ഒറ്റ അടിയാണ്. അന്നൊക്കെ ട്യൂഷനൊക്കെ കിടിലായിരുന്നു കേട്ടോ. ട്യൂഷനുകളിൽ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ 10 പഠിക്കുന്ന 9ലൊക്കെ ഞങ്ങൾ ഈ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവന്മാരൊക്കെ ആയിട്ട് പോയിരിക്കുമ്പോഴത്തേക്ക് ജയറാം ബേക്കറിൽ നിന്ന് ഫുഡും കഴിഞ്ഞ് നേരെ ട്യൂഷൻ ക്ലാസ് പോകും. ട്യൂഷൻ ക്ലാസ്സിൽ പ്രത്യേകത വെച്ചാൽ അന്ന് ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ബുക്ക് എടുക്കുക, പഠിക്കുക. ഈ പഠിക്കുന്ന ഇടയിൽ കാണാപ്പാടം പഠിക്കുക. ICSE പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള സാധനം എഴുതി മാർക്ക് കിട്ടും. നമുക്ക് ടീച്ചർ ഉണ്ടായിരുന്നു. നമ്മളെ മലയാളം പഠിപ്പിച്ച ടീച്ചറാണ്. മലയാളം പഠിപ്പിച്ച് ടീച്ചറിന് എല്ലാ ലാംഗ്വേജ് അറിയുന്നു. ലാംഗ്വേജ് മീൻസ് എല്ലാം പഠിപ്പിക്കുക. നമ്മളെ ടീച്ചർ മലയാളമാണ് കിടിലമാണ്. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുമ്പം ടീച്ചർ വന്നിരുന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ പറയും. ടീച്ചർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ടെക്സ്റ്റ് മൊത്തം നമ്മൾ പഠിച്ചേ പറ്റും. ടെക്സ്റ്റിനകത്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ പഠിക്കണം, വേർഡ് ബൈ വേർഡ്. നമ്മളെല്ലാവരും 10 പേരുണ്ട്. നമ്മൾ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നിട്ട് ഇങ്ങനെ ടീച്ചറെ ശരി ടെസ്റ്റ് പേപ്പർ ഹിസ്റ്ററി ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കണം, നീ അവിടെ പോയി മാറി ഇരിക്കുക എല്ലാവരും. എന്നിട്ട് നമ്മൾ എഴുതുന്ന എങ്ങനെ പറയുമ്പോൾ
എന്തെങ്കിലുമൊക്കെ എഴുതി ചുമ്മാ 1, 2, 3 ഇട്ട് വയ്ക്കും. എന്ന് ഇട്ട് വെച്ചിട്ട് ടീച്ചർ കറക്റ്റ് ആവും. ഇത്രയും പേര് ടീച്ചർ കറക്റ്റ് ചെയ്യില്ല. ബാക്കി വേറെ കുറേ പിള്ളേരാണ് ട്യൂഷൻ ക്ലാസ്സിൽ, ചിലപ്പോൾ 7, 8 പഠിക്കണം. നമ്മളന്ന് 9 പഠിക്കണം, 9, 10 പഠിക്കണം. അപ്പോൾ എന്ത് ടീച്ചർ എന്തെന്ന് വെച്ചാൽ നമ്മളെ ഈ ബുക്കിൽ നമ്മൾ ഷഫിൾ ചെയ്ത് നമ്മൾ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഷഫിൾ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കും. എന്നിട്ട് ഞാൻ തന്നെ അവിടെ ഇരുന്ന് എഴുതാൻ തുടങ്ങും. അതിൽ കിടക്കുന്ന ടെക്സ്റ്റുള്ള അതുപോലെ ചുമ്മാ എഴുതി തെറ്റൊക്കെ കിടക്കാൻ ഇട്ട് വെച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയായിരുന്നു വേണ്ടി ട്യൂഷന് പോയത്. വീട്ടുകാർ പൈസ കൊടുക്കും, പക്ഷെ നമ്മളിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ടും ഒരു ദിവസം പിടിച്ചപ്പോൾ അടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും കിട്ടി. എനിക്കൊക്കെ നല്ലപോലെ കിട്ടി ബാക്കിൽ. ഈ ബാക്കിൽ അടിയൊക്കെ തിരിച്ചു നിർത്തി കമ്പോച്ച് അടി തന്നെ. ക്ലാസ്സിലും കിട്ടും. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ് ടീച്ചറുമാണ്. അപ്പോൾ താമസിച്ച് കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലെ പടി കിട്ടും. പിന്നെ മലയാളമാണ് പഠിപ്പിച്ചത്. മലയാളം എന്ന് വെച്ചാൽ നമ്മൾ നോവലാണ് പഠിക്കാനുള്ളത്. വേരുകളെന്ന് പറഞ്ഞാൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആണ് വേരുകൾ എന്ന് പറഞ്ഞ ഒരു നോവൽ. ഈ നോവലിലെ കാര്യങ്ങളൊക്കെ നോവൽ കാണാതെ പഠിക്കണം. കാരണം എവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കുന്ന അറിഞ്ഞൂടെ. നോവൽ മൊത്തം ഇരുന്ന് പഠിക്കണം. ഈ നോവൽ മൊത്തം ഇരുന്ന് പഠിക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോട്ട് എഴുതണം. അത് എഴുതൂല. രാവിലെ നിരന്നിരിക്കും. അസംബ്ലി നിൽക്കും പോലെ എല്ലാ എണ്ണം കൂടെ കണയും ഇങ്ങനെ നിൽക്കും. നേരെ അടിയാണ് അവിടെ. എല്ലാത്തിനും അടിയാണ്. എഴുതുന്നവന്മാർ ക്ലാസ്സിൽ കയറാം, അല്ലാത്തവരെ എല്ലാം നിരന്നിരിക്കും. അതൊന്നും ഇപ്പോൾ കിട്ടൂലെന്ന് ഞാൻ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എനിക്ക് അതൊക്കെ എന്ത് രസമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് അസംബ്ലിയിലൊക്കെ നിൽക്കുക, സ്റ്റാൻഡ് ഈസ് അറ്റൻഷൻ നിൽക്കും. എന്നിട്ട് അപ്പം സാറിപ്പോൾ പറയാൻ പോണ ഗുഡ് മോർണിംഗ് എന്നായിരിക്കും പ്രിൻസിപ്പൾ. അത് ഞാൻ ബാക്കിൽ ഞാൻ പറയും. ഇപ്പം പറയാൻ പോണ പ്രിൻസിപ്പളാണ്, അതാണ് ഗുഡ് മോർണിംഗ് എന്നാണ് പറയാൻ പോണത്. അപ്പോൾ നമ്മൾ തമാശ. പിന്നെ പി ടി സാർ വരും. പി ടി സാർ വന്നിട്ട് അടിയാണ് വെച്ചാൽ ബെൽറ്റ്, ടൈ, എനിക്ക് തോന്നുന്നു ഷൂസ്, സോക്സ് എല്ലാം പക്ക കളർ അല്ലാത്ത മാറിക്കണം. 5 രൂപ 10 രൂപ എന്താണ് ഫൈൻ കൊടുക്കണം, അല്ലാത്ത ബാക്കിക്കണം. പിന്നെ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കുറേ തലറിയും വീഴും. ഞാനൊക്കെ കുറേ അഭിനയിച്ചിട്ടുണ്ട് തലറിയും. കാരണം തലറിയും നേരെ ക്ലാസ്സിൽ വരിക. ഈ വെയിൽ നിൽക്കാൻ പറ്റുന്നുള്ളത്. കാരണം ഇപ്പോഴും ഓരോ സ്കൂളിലെ പിള്ളേരൊക്കെ വെയിലത്ത് പിടി നിർത്തണം. എന്തിനാണ് നിങ്ങളെ ഷെഡൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം? കാരണം ഈ വെയിലത്തൊക്കെ പിള്ളേരെ പിടി നിർത്തണ അവസ്ഥയെന്ന് ആലോചിച്ചു. എത്രയോ പിള്ളേർ ചിലപ്പോൾ ആഹാരം കഴിക്കാൻ പറഞ്ഞ പിള്ളേരുകളുണ്ട്. ഇതിനെയൊക്കെ പിന്നെ വെയിലത്തൊക്കെ പിടിച്ച് നിർത്തണ ബുദ്ധിമുട്ടുകൾ. ഞാനൊക്കെ നിന്ന് പിന്നെ പരിചയമായി. കാരണം കഴിഞ്ഞ 10 കൊല്ലം നിൽക്കണല്ലേ. ഞാൻ നിന്ന് അവിടെ പോകും. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകും. ഈ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതുന്ന നോട്ടൊക്കെ വീട്ടിൽ പോയി എഴുതും. അപ്പോൾ ഈ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഈ ആരെങ്കിലുമൊക്കെ പ്രേമിക്കാൻ വേണ്ടി പോണത്. ആരെങ്കിലുമൊക്കെ കിട്ടും. ക്ലാസ് ഈ സത്യം പറഞ്ഞാൽ പ്രേമമല്ല അത്. ക്ലാസ്സിലൊക്കെ പ്രേമമല്ല അത്. ലിറ്ററലി നമ്മൾ വന്നിട്ട് കാര്യം പറയും പോലെയാണ്. ഒരുത്തൻ പറയണം ആ പെണ്ണിനെ നോക്കണുണ്ട്. അപ്പോൾ നമ്മളവളെ നോക്കും. അപ്പോൾ അവൾ വിചാരിക്കും നമ്മളവളെ നോക്കണം. അപ്പോൾ അവൾ എന്നെ നോക്കും. പിന്നെ അവളെ പുറകെ നടക്കണം. അപ്പോൾ അവൾക്ക് ആ സമയത്ത് ലൈനൊന്നും ഇല്ലേ നമ്മൾ പറയും എനിക്ക് കുട്ടി ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത സെറ്റാണ്. പിന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കളിയില്ല ഇവിടെ. അങ്ങനെ പോയൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് അതൊക്കെ എത്രത്തോളം ആൾക്കാർ എത്ര ബംഗാളെ ചിന്തിച്ച് എന്തുമാത്രം ആൾക്കാർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ആർക്കും അതിനൊന്നും സമയമില്ല. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വേറെ ലോകത്താണ്. ഒന്ന് രണ്ടിന് ഇഷ്ടപ്പെട്ടില്ലേ, ശരി നിന്നോട് ആശ്ചര്യം ഒഴിക്കുന്നു, ഞാൻ നിന്നെ കൊല്ലുന്നു എന്നൊക്കെ പറയും. അമ്മ ഇഷ്ടമല്ലേ വയ്ക്കുക, അത്രേ ഉള്ളൂ. വേറെ എന്തിരി കിട്ടാനാ പാട്. അങ്ങനെ ചിന്തിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. മനസ്സുകൊണ്ട് സ്നേഹിച്ചാൽ പോരെ. ഒരാളെ നമ്മൾ ഉള്ളോട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ അതുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ സമയത്തൊന്നും എനിക്ക് താല്പര്യമില്ല അതേപ്പറ്റി. കാരണം എനിക്ക് ഫ്രണ്ട്സ് കറങ്ങി നടക്കണം, എക്സ്പ്ലോർ ചെയ്യണം, നമ്മുടെ കാര്യം പറയണം, അതിന് പോകണം ഇതിന് പോകണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയമായിരുന്നു. കാരണം ഞാൻ പറയാം, എൻ്റെ സ്കൂൾ ഡേയ്സ് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ തീർക്കാൻ ഒക്കില്ല, അത്രയ്ക്കുണ്ട്. കാരണം അത്രയ്ക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്ത സമയമാണ് എൻ്റെ സ്കൂൾ ഡേ എന്നൊക്കെ പറയുന്നത്. കാരണം അതുമാത്രം ഫ്രണ്ട്സ്, ലൈഫ് സ്റ്റൈല്. അപ്പോഴൊക്കെ ആ സ്കൂളിൽ ഇന്ന് നമ്മൾ ഹിസ്റ്ററി ഇപ്പം ഞാൻ പറയും ഒരു പയ്യ ഉണ്ടെന്ന് അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറയും അളിയാ നമുക്ക് പോവാം അങ്ങനെ ഒരു ദിവസം നമ്മൾ മതിലൊക്കെ ചാടിയിട്ടുള്ളൂ സ്കൂളിൽ ചെന്നിട്ട്. ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർമാരൊക്കെ എല്ലാവരും ഒക്കെ പോയി തോന്നണം അവിടെ. അപ്പോൾ നമ്മൾ രാത്രി മതിലൊക്കെ ചാടി സ്കൂളിൽ പോയിട്ടുണ്ട്. മതിലൊക്കെ ചാടി സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ സ്കൂൾ എന്ന് വെച്ചാൽ ആരുമില്ല അവിടെ, സെക്യൂരിറ്റിയൊക്കെ കാണുമായിരിക്കും, പുള്ളികളെ ഉറങ്ങണമായിരിക്കും. ഞങ്ങൾ മതിൽ ചാടി സ്കൂളിൻ്റെ അവിടുത്തെ ഒരു മരമുണ്ട് ഇങ്ങനെ ചുറ്റുമുള്ള, ആ മരത്തിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും. അപ്പം കിട്ടുന്ന ഒരു ഫീലുണ്ട്. കാരണം ഓടി നടന്നത്, ഓഡിറ്റോറിയം, ഗ്രൗണ്ട്, സ്കൂളിൻ്റെ ഓരോ വരാന്തകൾ, അതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ ഏകദേശം സെറ്റാണ്. ഏകദേശം എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഗായ്സ് ഇത്രേ ഉള്ളൂ ഈ പറയാം. ഞാൻ ഇത്രേ ഉള്ളൂ എന്ന് കുറേ ഉണ്ട്. പക്ഷേ നമുക്ക് വരും വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ കമ്മിങ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് സീ യു ബൈ ദെൻ.